പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ കോഓർഡിനേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ABCD. ABCD എന്ന താഴെ തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ വശങ്ങളുടെയും വികർണങ്ങളുടെയും നീളം കണക്കാക്കുക. അതാണ് ചോദ്യം. ക്വാഡ്രിലാറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ വശങ്ങളുടെ നീളം AB കണ്ടുപിടിക്കണം, BC കണ്ടുപിടിക്കണം, CD കണ്ടുപിടിക്കണം, AD കണ്ടുപിടിക്കണം, കൂടാതെ AC കണ്ടുപിടിക്കണം, BD കണ്ടുപിടിക്കണം. AC എന്ന ഡയഗണലും BD എന്ന ഡയഗണലും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം AB കണ്ടുപിടിക്കാം. AB എന്ന് പറയുന്നത് A0-2 B7-1 ആണ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. ഫോർമുല √(x1 - x2) പ്ലസ് y1 - y2). അപ്പോൾ ഒരു പോയിൻറ്റിനെ x1 y1 എന്നും അടുത്ത പോയിൻറ്റിനെ x2 y2 എന്ന് എടുക്കുക. അപ്പോൾ x1 - x2 0-7² പ്ലസ് -2 -(-1)². അപ്പോൾ എന്തോന്ന് നോക്കിയേ, √0-7² പ്ലസ് -2 -(-1)². അവിടെ 0-7 എന്ന് പറഞ്ഞാൽ -7 ആണ്. അതിൻ്റെ സ്ക്വയർ 49. -2 -(-1) എന്ന് പറഞ്ഞാൽ -++ വരുമ്പോൾ -2 + 1 എന്ന് പറഞ്ഞാൽ -1. -1ൻ്റെ സ്ക്വയർ +1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 49 + 1. √49 എന്ന് പറഞ്ഞാൽ 49 + 1 എന്ന് പറഞ്ഞാൽ √50. So √50 is the length of the line segment AB. Now let us find out BC. BC ആകുമ്പോൾ എന്ത് വരണം? 7-ഉം 7 -(-1)ഉം 6-1 തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് ഒരു പോയിൻ്റ് x1 y1, ഇത് x2 y2 ആണെങ്കിൽ x ഡിഫറൻസ്, അതായത് 7 - 6 അല്ലെങ്കിൽ 6 - 7² പ്ലസ് 1 -(-1)². 6 - 7 എന്ന് പറഞ്ഞാൽ -1, -1ൻ്റെ സ്ക്വയർ പ്ലസ് 1 പ്ലസ് വരും. അപ്പോൾ 1 + 1 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, 1² എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ √5 എന്ന് കിട്ടും നമുക്ക്. √1 + 4 ദാറ്റ് ഈസ് √5 ഈസ് ദി ലെങ്ത് ഓഫ് ദി ലൈൻ സെഗ്മെൻറ്റ് BC. ഇനി നമുക്ക് അടുത്ത സൈഡ് കണ്ടുപിടിക്കാം, CD. CD എന്ന് പറയുന്നത് 6-1-ഉം 2-2 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 6 - 2² പ്ലസ് 1 - 2² അപ്പോൾ √2 - 6² പ്ലസ് 2 - 1² കിട്ടും. 2 - 6 എന്ന് പറഞ്ഞാൽ -4 ആണ്. -4ൻ്റെ സ്ക്വയർ +16. 2 - 1 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ √16 + 1 ദാറ്റ് ഈസ് √17 എന്ന് കിട്ടും. അപ്പോൾ √17 ആണ് CD എന്ന ലൈനിൻ്റെ ലെങ്ത്. ഇനി നമുക്ക് അടുത്ത AD കണ്ടുപിടിക്കണം. അപ്പോൾ AD ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. AD എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോയിൻ്റാണ്? 2, 2ഉം 0 - 2 തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 2 - 0² പ്ലസ് 2 -(-2)². അപ്പോൾ 2 - 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ √2² പ്ലസ് 2 + 2 വരും. ഇത് 2 + 2 4² അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? √2² പ്ലസ് 2 + 2² അതായത് √4 + 60. 16 + 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ √20 ഈസ് ദി ഡിസ്റ്റൻസ് AD. അപ്പം 4 സൈഡിൻ്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് വേണം? ഡയഗണൽസിൻ്റെ ലെങ്ത്, വികർണങ്ങളുടെ ലെങ്ത് AC-യും കാണണം, BD-യും കാണണം. കണ്ടുപിടിച്ച് നോക്കാം. ഇപ്പോൾ AC കണ്ടുപിടിക്കുക. Aയും Cയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഈ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. 6ഉം 0യും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ പ്ലസ് 1ഉം -2ഉം തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ. 6 - 0² പ്ലസ് 1 -(-2)². അപ്പോൾ AC = √6 - 0² പ്ലസ് 1 -(-2)². 6 - 0 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6² പ്ലസ് 1 നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് 1 + 2 3² അപ്പോൾ 36 + 9 ദാറ്റ് ഈസ് √6² പ്ലസ് 3² എന്ന് കിട്ടും. ദാറ്റ് ഈസ് 36 + 9 ദാറ്റ് ഈസ് √45. സോ √45 എന്ന് പറയുന്നതാണ് AC എന്ന ഡയഗണലിൻ്റെ ലെങ്ത്. അതുപോലെ BD എന്ന വികരണം, BD എന്ന ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ
2ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ പ്ലസ് 2ഉം -1ഉം തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ എന്ത് വരും എന്ന് നോക്കിയാൽ റൂട്ട് ഓഫ് 7 - 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് -1 - 2 ദി ഹോൾ സ്ക്വയർ. 7 - 2 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ, -1 - 2 -3 സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ. 5 എന്ന് പറഞ്ഞാൽ 25, 5 സ്ക്വയർ 25 പ്ലസ് 9 എന്ന് കിട്ടും. 25 പ്ലസ് 9 എത്രയാണ്? 34. റൂട്ട് ഓഫ് 34 എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി. അപ്പോൾ രണ്ട് വികരണങ്ങളുടെയും നീളം കിട്ടി, 4 സൈഡ്സിൻ്റെയും ലെങ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചോദ്യം അസൈൻമെൻറ്റായിട്ട് നിങ്ങൾ തനിയെ ചെയ്തു നോക്കുക. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദി ഗിവൺ ക്വാഡ്രിലാറ്ററൽ. താഴെ തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ വശങ്ങളുടെയും വികരണങ്ങളുടെയും നീളങ്ങൾ കണക്കുക. വികരണങ്ങളുടെ ഡയഗണൽസിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കണം, സൈഡ്സിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കും. ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. സ്വന്തമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ആവുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.